പരിശുദ്ധമായ പുണ്യ റജബിന്റെ പൊരുത്തം അല്ലാഹു നമുക്കൊക്കെ തരട്ടെ. അല്ലാഹു നമുക്കൊക്കെ റജബിന്റെ പൊരുത്തം അല്ലാഹു തരട്ടെ. ഇന്ന് 2025 അവസാനിക്കാൻ 2000 ഇംഗ്ലീഷ് മാസത്തിലെ ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടക്കാം. ഇംഗ്ലീഷ് മാസം വെച്ച് നോക്കുമ്പോൾ 2025 ഇന്ന് അവസാനിച്ചു. 2025 അവസാനിച്ച് 2026ലേക്ക് അഥവാ ഇംഗ്ലീഷ് മാസം അനുസരിച്ച് പുതിയ ഒരു വർഷത്തിലേക്ക് നമ്മുടെ ജീവിതം കടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അല്ലാഹു റബ്ബിന്റെ പൊരുത്തത്തിലായിട്ട് ആഫിയത്തും ദീർഘായുസ്സും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നമ്മൾ ന്യൂ ഇയറായി ആഘോഷിക്കുന്നത് പരിശുദ്ധമായ മുഹറം ഒന്നിനാണ്. ഇംഗ്ലീഷ് മാസം വെച്ച് നോക്കുമ്പോൾ ജനുവരി 1 പുതിയ ഒരു വർഷത്തിലേക്ക് ഒരു വർഷാധ്യായത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചിന്തിക്കാൻ ഒരുപാട് പാഠങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. നമ്മുടെ കഴിഞ്ഞുപോയ ഒരു വർഷം, ആ വർഷത്തിലെ നമ്മുടെ ഇബാദത്തുകൾ, ആ വർഷത്തിലെ നമ്മുടെ സ്വലാത്തുകൾ, ആ വർഷത്തിലെ നമ്മുടെ നന്മകൾ തിന്മകൾ അല്ലാഹുവേ നന്മകൾ വർദ്ധിക്കുന്ന വിഭാഗത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. പുതിയ ഒരു വർഷം എല്ലാവർക്കും സന്തോഷത്തിന്റെ വർഷമാക്കണേ അല്ലാഹ്. പുതിയ ഒരു വർഷം നാനാജാതി ജനങ്ങൾക്കും എല്ലാ രാജ്യക്കാർ എല്ലാ വിഭാഗം ആളുകൾക്കും സമാധാനത്തിന്റെ പുതിയ വർഷമാക്കണേ അല്ലാഹ്. സന്തോഷത്തിന്റെ പുതിയ വർഷമാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഖൈറുകൾ നീ ഈ പുതിയ വർഷത്തിൽ നൽകണേ റഹ്മാനെ. ഒരുപാട് റഹ്മത്തുകൾ നീ നൽകണേ റഹ്മാനെ. ഒരുപാട് സന്തോഷങ്ങൾ നീ നൽകണേ റഹ്മാനെ. എല്ലാ പ്രയാസങ്ങളിൽ എല്ലാ വിഷമങ്ങളിൽ നിന്നും എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും ഈ പുതിയ ഒരു വർഷത്തിലേക്ക് ഞങ്ങൾ കിടക്കലോടുകൂടെ ഈ സമാധാനത്തിന്റെ കവാടം നീ ഞങ്ങളിൽ തുറന്നു തരണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പല ആളുകളും ഇന്നത്തെ രാത്രി ന്യൂ ഇയറിന്റെ രാത്രിയാണ്, ന്യൂ ഇയറിന്റെ പുതിയ ഒരു വർഷത്തിലേക്കുള്ള രാത്രിയാണ് എന്ന് പറഞ്ഞിട്ട് പല ആഭാസങ്ങൾക്കും പല സന്തോഷങ്ങൾ പലയിടങ്ങളിലും വഴിയൊരുക്കാറുണ്ട്. എന്റെ അറിവിന്നിലാഹിന്റെ പ്രിയപ്പെട്ട കുടുംബങ്ങളോട് സ്നേഹത്തോടെ പറയുക, നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ ആൺമക്കളും പെൺമക്കളും മരുമക്കളും പേരമക്കളും നമ്മുടെ ജ്യേഷ്ഠ സഹോദരിമാർ ഒരാൾ കുടുംബത്തിൽ നിന്ന് ഒരാൾ അത്തരം ആഭാസങ്ങളിൽ നിന്നും പങ്കെടുത്ത് നമ്മുടെ നമ്മുടെ സമയം നമ്മുടെ ആയുസ് നമ്മുടെ ജീവിതം നഷ്ടപ്പെടുത്താൻ പാടില്ല. പല ആളുകളും ാണെന്ന് പറഞ്ഞ് അതിന്റെ പേരിൽ ആഭാസങ്ങളും പ്രശ്നങ്ങളും മദ്യപാനവും മറ്റു ലഹരി ഉപയോഗങ്ങളൊക്കെ തീർത്താടുന്ന ഒരു രാത്രി നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ കുടുംബത്തിൽ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ഉമ്മമാരെന്റെ ഉപ്പമാരൊക്കെ കൂടി വളരെ ഗൗരവത്തോടുകൂടി അത് കേൾക്കുകയും വളരെ ഗൗരവത്തോടെ ഇടപെടണം. നമ്മുടെ കുടുംബത്തിലെ ഇന്നത്തെ രാത്രി പറയുന്ന വാക്കെന്തറിയോ? നമ്മളൊക്കെ പറയുന്ന വാക്കെന്തറിയോ? എന്റെ കുട്ടിയിലൊന്നും പെടൂല, എനിക്കും പറയല്ലതാണ് എന്റെ കുട്ടിയിലൊന്നും പെടൂല, നിങ്ങൾക്കും പറയല്ലതാണ് നിങ്ങളെ കുട്ടിയൊന്നും അതിൽ പെടൂല. കാരണം എന്തറിയോ? ആര് തെറ്റ് ചെയ്താലും ഞാനിപ്പോ ദിവസം മുമ്പ് ഇന്നലെ ഒരു പൊന്നുമോനെ കൗൺസിലിംഗ് ചെയ്യുമ്പോ ഞാൻ ഒന്നിട്ട് ചോദിച്ചു, മോനെ എനിക്ക് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എന്റെ ഭാര്യ തെറ്റി കുറെ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്റെ കൂടെ നീയല് പോലും വിശ്വസിക്കാൻ പറ്റില്ല. 10 മണിക്ക് നീല് ഒരു ഭാഗത്താണെങ്കിൽ 2 മണിക്ക് നീല് വേറെ ഭാഗത്തേക്ക്, വൈകുന്നേരം നീല് വേറെ ഭാഗത്ത്, ഇങ്ങനെയൊക്കെ തെറ്റ് ചെയ്തിട്ടും എന്റെ കൂടെ നിന്ന ഒരേ ഒരാളെ അതാരാ ആ സമയത്തോടത്തേക്ക് വന്നത് അത് ഉമ്മ, അത് ബാപ്പ, ഉമ്മയും ബാപ്പി അല്ലെങ്കിൽ അമ്മയും അച്ഛനും. അപ്പോ നമുക്ക് എല്ലാവർക്കും എല്ലാ മക്കള് വലുതാണ്. എനിക്ക് എന്റെ മക്കള് വലുതാണ്, നിങ്ങൾക്ക് നിങ്ങളെ മക്കള് വലുതാണ്, നിങ്ങളെ പേരമക്കള് വലുതാണ്. അത് അവര് ചെയ്തു എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പ്രയാസമുള്ള 2 ജന്മങ്ങളുണ്ടെങ്കിൽ ഉമ്മയൊന്ന് ബാപ്പയാണ്. ഉമ്മന്റെ ബാപ്പന്റെ ജന്മദിനം അങ്ങനെയാണ്, അല്ലെങ്കിൽ അമ്മ അച്ഛൻ അത് അങ്ങനെ തന്നെയാണ്. ജീവിതത്തിൽ നമുക്കെല്ലാം അവരാണ്. നമ്മുടെ ഉമ്മ, നമ്മുടെ അമ്മ, നമ്മുടെ ബാപ്പ, നമ്മുടെ അച്ഛൻ, അവരെ മറന്നിട്ട് ഒരു കളി നമുക്ക് വേണ്ടി എന്ത് തന്നെയായാലും അവർക്ക് പകരം
പകരം അവര് വേറെ ഒന്നുമില്ല, എന്ത് കാരണം പറഞ്ഞാലും ശരി അവർക്ക് പകരം അള്ളാഹുൽക്ക് ദീർഘായുസ്സ് കൊടുക്കട്ടെ, മരിച്ചുപോയില്ല ഖബറല്ലാഹു സ്വർഗ്ഗാക്കട്ടെ. ആ ഉമ്മനോടും ആ ബാപ്പനോടുമാണ് നിങ്ങളോട് പറയുന്നത്. ഈ ഉമ്മമാരോട് ബാപ്പാനോട് ബാപ്പമാരോടാ പറയുന്നത്, നിങ്ങളെ മക്കൾ ഇന്നത്തെ രാത്രി നേരത്തെ വീട്ടിലുണ്ടാവണം. ഇന്നത്തെ രാത്രി നിങ്ങളെ മക്കള് നിങ്ങളെ പേരമക്കള് വീട്ടിലുണ്ടാവണം. ഇന്നത്തെ രാത്രിയല്ലേ, കൊല്ലത്തിൽ ഒരിക്കലല്ലോ. ഓ 11 പോകില്ല പറയണ വാക്കാണ്. ഓ 11 പോകില്ല. കുടിച്ചാനും ചാടാനും പാടാനും ഓൻ പോകൂല. ഓൻ ഇന്നത്തെ രാത്രിയല്ലേ, സമ്മതിക്കരുത്. കാരണം എന്തരോ, മക്കളെ സംശയിച്ചിട്ടല്ല. പലരും തുടങ്ങുന്നത് രാത്രിയാണ്. പലരും തുടങ്ങുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് ലഹരി ഉപയോഗമാവട്ടെ, മറ്റുള്ള ഏത് ആഭാസങ്ങളുടെ തുടക്കം ഇതുപോലെയുള്ള അപ്പൊ അതിനൊരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ട. അതിനൊരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അതുകൊണ്ട് ഞാനിത് ഇന്നലെ പറയണമെന്ന് കരുതിയതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് സ്നേഹത്തോടെ പറയാം, ഇന്നത്തെ രാത്രി നിങ്ങളെ ഭർത്താക്കന്മാർ വീട്ടിൽ നേരത്തെ എത്തണം. എന്ത് തന്നെ പണ്ട് കാലം ഇന്നത്തെ രാത്രി നേരത്തെ വീട്ടിലെത്തണം. ആൺമക്കള് പെൺമക്കള് ദൂര സ്ഥലങ്ങളിൽ പഠിക്കുന്ന മക്കളുണ്ടാവും. ലൈവ് കഴിഞ്ഞിട്ട് ലൈവ് കയ്യിൽ ഒരു ഫോം വിളിക്കണം. ദൂര സ്ഥലം എന്റെ കുട്ടി അതിലൊന്നും പോകില്ല. ആരും പറയണില്ല, ഉസ്താ പറയണില്ല. നല്ല മക്കളാണ്. വീട് വിട്ട് ദൂരങ്ങളിൽ പഠിക്കുന്ന മക്കൾ കഠിനാധ്വാനാണ്. കാരണം ഞാൻ കുഞ്ഞുനാളിൽ ഇടയ്ക്കര യതീംഖാനയിൽ കുറേ കാലം ഞാൻ പഠിച്ചിട്ടുണ്ട്. കുഞ്ഞുനാളില് 3-ാം വയസ്സ് മുതൽ അതിന്റെ വേദന ഞങ്ങൾക്ക് വീട് വിട്ട് ദൂരങ്ങളിൽ പോയി പഠിക്കുന്നതിന്റെ വേദന എത്രയാണെന്നുള്ളത്. അപ്പൊ ആ മക്കൾക്കൊക്കെ വേദന ഉണ്ടാവും. പക്ഷെ എങ്കിലും നിങ്ങൾ ഫോൺ കൊള്ളുന്നു പോകണം. മോളെ രാത്രി പലയിടങ്ങളിലും പലതും സംഭവിക്കും. എന്റെ കുട്ടി അതിനൊന്നും പോവരുതിട്ടോ. അപ്പന്റെ കുട്ടി അതിനൊന്നും പോവരുതിട്ടോ. നിങ്ങൾ പറഞ്ഞാൽ നിൽക്കാത്ത ആരുണ്ടാവില്ല. അതുകൊണ്ട് എന്റെ ഉമ്മമാരോട് ഉപ്പമാരോട് പറയണം, ലൈവ് കഴിഞ്ഞാൽ ഉടനെ മക്കൾക്ക് ഫോൺ ദൂരങ്ങളിൽ ജോലി ചെയ്യുന്ന മക്കള്, ദൂരങ്ങളിൽ പഠിക്കുന്ന മക്കള് അവരെ ഫോൺ വിളിക്കണം, പറയണം രാത്രി എവിടെയും പോവരുതിട്ടോ. നേരത്തെ മക്കളോട് വീട്ടിക്ക് വരാൻ പറയണം. വീട്ടിക്ക് വരോളം വിളിക്കണം. ഫോളോ ചെയ്യണം. എല്ലാ അമ്മമാരോടും പറയണം, എല്ലാ ഉമ്മമാരോടും പറയണം, എല്ലാ ബാപ്പന്മാരോടും പറയണം, എല്ലാ അച്ഛന്മാരോടും പറയണം. അറിവിന്ദിലാവിനെ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന സ്നേഹജനങ്ങളോട് ഇഷ്ടത്തോടെ ഉസ്താദ് മനസ്സ് തുറന്ന് പറയണം. ഞാൻ വീണ്ടും പറയുന്നു, ഇന്നത്തെ രാത്രി നിങ്ങളെ ഭർത്താക്കന്മാരെ നേരത്തെ വീട്ടിലെത്തണം. രാത്രി എത്തിക്കണം. സംശയം ഉണ്ടായിട്ടല്ല, ഒരവസരം നമ്മൾ കൊടുക്കരുത്. ഒരവസരം നമ്മളായിട്ട് ഒരുക്കി കൊടുക്കരുത്.